സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തഞ്ചാവൂരിലെ വിശേഷങ്ങളുമായി 3 എപ്പിസോഡ് വീഡിയോ നാം ചെയ്യുകയുണ്ടായി. ഇത് 4ാമത്തെ എപ്പിസോഡാണ്. ഈ വീഡിയോയിൽ നാം കാണിക്കുന്നത് തഞ്ചാവൂർ വീണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തഞ്ചാവൂർ വീണ എന്നത് തഞ്ചാവൂരിൻ്റെ ഒരു സംസ്കാരം കൂടിയാണ്. നമുക്കെല്ലാം സുപരിചിതവും ലോക പ്രശസ്തവുമായിട്ടുള്ള തഞ്ചാവൂർ വീണ നിർമ്മാണത്തിൻ്റെ ഒരു പ്രധാന ഘട്ടം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ സ്ഥലം നിലകൊള്ളുന്നത് ബിഗ് ടെമ്പിളിൻ്റെ പുറകുവശത്ത് ശിവഗംഗ പാർക്കിനോട് ചേർന്ന ഒരു സ്ഥലത്താണ്. വീണ നിർമ്മാണത്തിനാവശ്യമായ തടി തിരഞ്ഞെടുക്കലും അത് ഉണക്കലുമാണ് ഇതിൻ്റെ പ്രഥമ ഘട്ടം. ഗുണമേന്മയുള്ള നന്നായി വിളഞ്ഞ പഴുത്ത പ്ലാവ് തടിയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. പ്ലാവ് തടിയുടെ ഈർപ്പം മാറാനും ശബ്ദത്തിന് ഗാംഭീര്യം കിട്ടാനും വേണ്ടി 1 മാസത്തോളം തടി ഉണക്കി എടുക്കുന്നു. അതിനുശേഷം ആ തടികൾ മരമില്ലിലെത്തിച്ച് യഥേഷ്ടം വലിപ്പത്തിനും സൈസിനും അനുസരിച്ച് കഷ്ണങ്ങളാക്കി കൊണ്ടുവന്ന് ഇത്തരം സ്ഥലങ്ങളിൽ എത്തിച്ച് അത് വേണ്ട രീതിയിൽ നാടൻ മായി ഉപയോഗിച്ച് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ നിർമ്മാണം പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഇതൊരു ഹാൻഡിക്രാഫ്റ്റ്, കൈകൾ കൊണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന ഒരു വാദ്യോപകരണമാണ്. മരമില്ലിൽ നിന്നും ഈർന്ന് സൈസാക്കിയ കഷ്ണങ്ങൾ ഇവിടെ എത്തിച്ച് യഥേഷ്ടം വേണ്ട രൂപത്തിൽ അതിൻ്റെ കുഴികളും ഷേപ്പുകളുമെല്ലാം ആക്കിയതിനു ശേഷം നിർമ്മാണശാലയിലേക്ക് എത്തിക്കുന്നു. തഞ്ചാവൂർ ഈസ്റ്റ് മെയിൻ സ്ട്രീറ്റ് റൂട്ടിൽ, അതായത് തഞ്ചാവൂർ മറാത്ത പാലസിന് സമീപം റോഡ് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ വീണൈ വർക്ക്ഷോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രധാന വർക്ക്ഷോപ്പാണ് ഇത്. ഇവിടെ ധാരാളം വീണകൾ വർഷം തോറും കടഞ്ഞെടുക്കുകയും വിദേശത്തേക്കടക്കം കയറ്റി അയക്കുകയും ചെയ്യുന്നു. ഇവരുടെ ബോർഡിൽ തന്നെ ഇവരുടെ വെബ്സൈറ്റിൻ്റെ പേരും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേരും അതുപോലെ തന്നെ ഇവരുടെ മെയിൽ ഐഡിയും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തഞ്ചാവൂർ വീണൈ വർക്ക്സ് .com അതാണ് ഇവരുടെ വെബ്സൈറ്റ്. തഞ്ചാവൂർ വീണൈ വർക്ക്സ് അതാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അങ്ങനെ വളരെ വിപുലമായി തന്നെ വിദേശത്തു നിന്നടക്കം ഓൺലൈനായിട്ടും ഇവർക്ക് ഓർഡറുകൾ ധാരാളം വരുന്നുണ്ട്. ഇവരുടെ തന്നെ അഭിപ്രായത്തിൽ ഏകദേശം 300 വർഷത്തിനപ്പുറം പാരമ്പര്യമുണ്ട് ഈ വീണ നിർമ്മാണത്തിനെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും അങ്ങനെ മുത്തച്ഛനും എല്ലാമായി പാരമ്പര്യപരമായിട്ട് തന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. തഞ്ചാവൂരിൽ പ്രധാനമായും ഈ വീണ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഏകദേശം 150ഓളം കുടുംബങ്ങൾ ഈ ഒരു നിർമ്മാണ മേഖലയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. അവർക്ക് ഇത്തരം ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ പഠന സ്കൂളുകളോ പഠന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അതല്ലെങ്കിൽ ട്രെയിനിങ് കോഴ്സുകളോ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നില്ല. അതേസമയം ചെറുപ്പം മുതലേ അവരുടെ മൂത്ത ആളുകളിൽ നിന്നും, അതായത് അച്ഛൻ, മുത്തച്ഛൻ, ജ്യേഷ്ഠ സഹോദരന്മാർ, അത്തരം ആളുകളിൽ നിന്നും കണ്ടുപഠിച്ചും അവർ നിരന്തരം ആർജിച്ചെടുത്ത പരിശീലനം വഴിയും ഒക്കെയാണ് ഈ ഒരു കല അവർ സ്വായത്തമാക്കിയെടുക്കുന്നത്. ദക്ഷിണേന്ത്യൻ കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രവുമായി കരുതപ്പെടുന്നതുമായ ഒരു തന്ത്രി വാദ്യമാണ് തഞ്ചാവൂർ വീണ. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ കേന്ദ്രീകരിച്ച് നിർമ്മിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇതിന് തഞ്ചാവൂർ വീണ എന്ന് പേര് വരുന്നത്. നിർമ്മാണം സാധാരണയായി പഴുത്ത പ്ലാവിൻ്റെ തടി ഉപയോഗിച്ചാണ് തഞ്ചാവൂർ വീണ നിർമ്മിക്കുന്നത്. പ്ലാവ് തടി വീണക്ക് നല്ല ശബ്ദഗാംഭീര്യവും ഈടും നൽകും എന്നതാണ് അതിന് കാരണം. മരത്തടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണകളെ 2ആയി പറയാറുണ്ട്. ഒന്ന് ഏകാന്ത വീണ എന്നും മറ്റത് 3 കഷ്ണ വീണ എന്നും പറയാറുണ്ട്. ഒരു പ്ലാവിൻ്റെ ഒറ്റത്തടി കടഞ്ഞെടുത്ത് ജോയിൻറ്റുകളോ മറ്റ് കൂട്ടി യോജിപ്പിക്കലുകളോ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന വീണകളെ ഏകാന്ത വീണ എന്നും അതല്ലെങ്കിൽ ഒറ്റത്തടി വീണ എന്നും പറയുന്നു. ഇതിന് മൂല്യവും അതുപോലെ തന്നെ ശബ്ദ ഗാംഭീര്യവും കൂടുതലായിരിക്കും. ഒരു വീണയുടെ കുടം, ദണ്ഡി, യാളി എന്നിവ എല്ലാം നിർമ്മിക്കപ്പെടുന്നത് ഒറ്റത്തടിയിൽ നിന്ന് മാത്രമാണ്. അതേസമയം 3 കഷ്ണ വീണ എന്നത് കുടം, ദണ്ഡി, യാളി എന്നിവ എല്ലാം വ്യത്യസ്തമായ 3 കഷ്ണങ്ങളിൽ നിർമ്മിച്ച് പിന്നീട് ഇത് 3ഉം കൂട്ടിച്ചേർത്ത് ഒരു വീണയാക്കി മാറ്റുന്നതാണ്. ഇതിന് പൊതുവെ ഏകാന്ത വീണയെ അപേക്ഷിച്ച് ഗാംഭീര്യം കുറവും മൂല്യം കുറവും ആയിരിക്കും. ഒരു വീണയുടെ അർദ്ധഗോളാകൃതിയിലുള്ള വലിയ കുടം പോലുള്ള ആ രൂപത്തെയാണ്
കുടം എന്ന് വിളിക്കുന്നത്. ദണ്ഡി എന്നത് നീളമുള്ള ഭാഗമാണ്. അതിൻ്റെ മുകളിലാണ് 7 തന്ത്രികൾ അതായത് നൂലുകൾ വലിച്ചു കെട്ടിയിട്ടുള്ളത്. അതിൻ്റെ അറ്റത്ത്, ആ നീളമുള്ള ഭാഗത്തിൻ്റെ അറ്റത്ത് പല രൂപങ്ങളിലായി അവർ ജീവികളുടെയും മത്സ്യത്തിൻ്റെയും മയിലിൻ്റെയും എല്ലാം രൂപത്തിൽ കൊത്തുപണികളോട് കൂടി ചെയ്ത് രൂപം കൊള്ളിക്കുന്ന രൂപത്തെയാണ് യാളി എന്ന് വിളിക്കുന്നത്. ഇതൊരു മിത്തോളജിക്കൽ ജീവിയുടെ രൂപം എന്നും അവർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ യാളി എന്ന് പറയുന്നത്. ഒരു വീണയിൽ ആകെ 7 തന്ത്രികളാണ് ഉണ്ടാകുക. തന്ത്രികൾ എന്നാൽ നൂലുകൾ, വലിച്ചു കെട്ടുന്ന നൂലുകൾ 7 എണ്ണമാണ്. ഇതിൽ 4 എണ്ണം പ്രധാന സംഗീത തന്ത്രികളും 3 എണ്ണം താളത്തിനും ശ്രുതിക്കുമായി ഉപയോഗിക്കുന്ന തന്ത്രികളാണ്. 16-ാം നൂറ്റാണ്ടിൽ തഞ്ചാവൂർ ഭരിച്ചിരുന്ന നായക് രാജാക്കന്മാരുടെ കാലത്താണ് വീണ സമ്പ്രദായം ഉടലെടുത്തത് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെയുള്ള ഓരോ നിർമ്മാണശാലയിലും എത്രയോ പ്രായമുള്ള ആളുകളാണ് അവരുടേതായ രീതിയിൽ ജോലി ചെയ്യുന്നത്. നമ്മുടെ നാടുകളിൽ അങ്ങാടികളിലും പീടികക്കൊലായിലും എല്ലാം ഇരുന്ന് സമയം കളയുന്ന പ്രായം ചെന്ന ആളുകൾക്ക് പകരം തമിഴ്നാട്ടിലും മറ്റുമെല്ലാം നമ്മൾ ഇത്തരം ആളുകൾ അവരുടെ കൈക്കറികളിലും സ്വയം തൊഴിലുകളിലും പാരമ്പര്യ തൊഴിലുകളും ഏർപ്പെട്ടതായിട്ട് കാണാം. ഇവർ ഇവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവരാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ചുക്കാൻ പിടിക്കുന്നതും വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും നൽകുന്നത്. പലപ്പോഴും ഈ വീണ നിർമ്മാണത്തിൻ്റെ അവസാനഘട്ട മിനുക്കുപണികൾ ഇവരുടെ മേൽനോട്ടത്തിലും ഉറപ്പിലുമാണ് നടക്കുന്നത്. തഞ്ചാവൂർ വീണകളുടെ പ്രാധാന്യം കാരണം 2013 തഞ്ചാവൂർ വീണയ്ക്ക് ഭൂമി ശാസ്ത്രപരമായ സൂചികാ പദവി ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ GT ടാഗ് ലഭിക്കുകയുണ്ടായി. ഭാരതീയ സംഗീത ശാഖയിൽ പ്രധാനമായും 4 തരം വീണകളാണ് പ്രചാരത്തിലുള്ളത്. ദക്ഷിണേന്ത്യൻ കർണാടക സംഗീതത്തിലും ഉത്തരേന്ത്യൻ ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഇവ ഉപയോഗിച്ചു വരുന്നു. സരസ്വതി വീണ, രുദ്ര വീണ, വിചിത്ര വീണ, ചിത്ര വീണ അഥവാ ഗോട്ടുവാദ്യം എന്നിവയാണ് അവകൾ. നേരത്തെ പറഞ്ഞ പോലെ ഒരു വീണയുടെ ഗുണകരമായ നിർമ്മാണത്തിന് പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യമായി തന്നെ നല്ല രീതിയിലുള്ള തടി കഷ്ണങ്ങൾ സെലക്ട് ചെയ്യൽ, രണ്ടാമതായി അതിൻ്റെ കുട നിർമ്മാണം, മൂന്നാമതായി ദണ്ഡി നിർമ്മാണം, നാലാമതായി അതിനെ മുകളിൽ വെക്കാനുള്ള തന്ത്രികൾ ഘടിപ്പിക്കൽ, യാളിയുടെ നിർമ്മാണം. യാളി ഓരോ കസ്റ്റമറിനും വേണ്ട രീതിയിലുള്ള ഡിസൈനുകളിലാണ് അവർ നിർമ്മിച്ചു നൽകുന്നത്. തുടർന്ന് പിച്ചള കൊണ്ടുള്ള പാരകൾ സ്ഥാപിക്കൽ. 24 പാരകളാണ് ഒരു വീണയുടെ ദണ്ഡിന് മുകളിൽ ഘടിപ്പിക്കുന്നത്. ഈ പാരകളിലാണ് ഓരോ സംഗീതത്തിൻ്റെ ശബ്ദവും അവർ ടെസ്റ്റ് ചെയ്ത് ആസ്വാദനം കൃത്യമാക്കുന്നു. ഈ ദണ്ഡിന് മുകളിൽ ആവശ്യമായ രീതിയിൽ മെഴുക് പുരട്ടുകയും മെഴുക് കൊണ്ട് മിനുസപ്പെടുത്തുകയും ചെയ്യുന്നു. പരമ്പരാഗത കരകൗശല വിദഗ്ധരുടെ കൈത്തായക്കവും കൃത്യമായ സംഗീത ജ്ഞാനവും ചേരുമ്പോഴാണ് ഒരു പൂർണ്ണമായ തഞ്ചാവൂർ വീണ പിറവിയെടുക്കുന്നത്. തഞ്ചാവൂർ വീണയുടെ വില, നിർമ്മാണ ശൈലി, തടിയുടെ ഗുണമേന്മ, കൊത്തുപണികൾ എന്നിവ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. 3 കഷ്ണ വീണക്ക്, അതായത് 3 വ്യത്യസ്തമായ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന വീണക്ക് 25,000 മുതൽ 45,000 രൂപ വരെയാണ് ഈടാക്കുന്നത്. ഏകാന്ത വീണക്ക്, ഒറ്റ തടിയിൽ തീർത്ത വീണക്കാണ് ഏറ്റവും വില കൂടുതൽ. 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ അതിൻ്റെ ചിത്രപ്പണിക്കും മറ്റ് മേന്മകൾക്കും അനുസരിച്ച് ഈടാക്കുന്നുണ്ട്. വീണ നിർമ്മാണത്തിൽ വളരെയധികം കാര്യക്ഷമതയും നൈപുണ്യവും പുലർത്തുന്നത് കൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരുപാട് അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. താങ്ക്